അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നാം ഉള്ളത്. അള്ളാഹുവേ, ഈ റമദാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുകൂലമായി സാക്ഷിയാക്കി തരണേ റബ്ബേ, ആമീൻ. നമ്മൾ ഓരോ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പുണ്യ റമദാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ എന്ന മഹാഭാഗ്യം കിട്ടാൻ വേണ്ടി. നമ്മൾ അള്ളാഹുവിനോട് ഇരുലോകത്തേക്കുമുള്ള രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ ദിക്റുകളും ദുആകളും ചൊല്ലേണ്ട സമയമാണ്. ഇരുലോകത്തേക്കുമുള്ള രക്ഷ, പാപമോചനം, ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും യാതനകൾക്കും വേദനകൾക്കുമെല്ലാം നമ്മൾ ഇനിയുള്ള രാത്രികളിൽ അള്ളാഹുലേക്ക് തവക്കൽ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഫലം കിട്ടും, ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. ദുആ സ്വീകരിക്കണേ റബ്ബേ എന്ന ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വേണം. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഈ റമദാനിലുള്ളൂ. രാത്രിയും നമ്മൾ ദിക്റുകൾ ആയാലും സ്വലാത്തായാലും ഖുർആൻ പാരായണമായാലും നിസ്കാരങ്ങളായാലും എല്ലാം നമ്മൾ അധികരിപ്പിക്കുക. പലരും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. മാനസികമായി തളർന്നു പോയവരും മാനസികമായിട്ട് സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉള്ളവരും ഉണ്ടാവും. അവരൊക്കെ നിരാശപ്പെട്ട് ഇരിക്കാതെ മനസ്സിൽ ഉറച്ച ധൈര്യത്തോടെ വിശ്വാസത്തോടെയും എല്ലാം നേടിയെടുക്കാനാവുമെന്ന വിശ്വാസത്തോടു കൂടി ദുആ ചെയ്യുക. അള്ളാഹു എന്നെ കൈവെടിയുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞാൻ അള്ളാഹുവിലേക്ക് തവക്കൽ വെച്ചാണ് എന്ന പ്രതീക്ഷയോടെ ഈ പുണ്യമായ റമദാനിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, ആമീൻ. അതിനായിട്ട് നമ്മൾ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി നമ്മൾ ഖദർ സൂറത്ത് പാരായണം ചെയ്യുക. പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ചൊല്ലുക. സൂറത്തുൽ ഖദർ, ഇതിന് മഹത്വങ്ങൾ വളരെ വലുതാണ്. ഒരു ദരിദ്രനായ മനുഷ്യനാണ് ഇത് പതിവാക്കുകയെങ്കിൽ അയാൾ ധനികനായി മാറും. ദുർബലനായ മനുഷ്യനാണ് അയാളെങ്കിൽ ബലവാനാകും. ആപത്തുകളെ തടുക്കാനും രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ഭൗതികമായിട്ടും പാരത്രികമായിട്ടും ശിക്ഷകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും ഒരു മനുഷ്യൻ ആരോഗ്യവാനാകാനും സുരക്ഷിതനാവാനും നിർഭയനാകാനും എല്ലാം ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് സാധിക്കും. അയാളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇനിയുള്ള രാത്രികളിൽ എല്ലാ രാത്രിയിലും മഗ്‌രിബ് നിസ്കാര ശേഷം സൂറത്തുൽ ഖദർ ഓതുക. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. 41 തവണ ഓതി ദുആ ചെയ്യുക. നമുക്ക് എളുപ്പത്തിൽ ദുആക്ക് ഉത്തരം കിട്ടും. നമുക്കൊരു വഴി ഉണ്ടാവും, അള്ളാഹുവിൻ്റെ രക്ഷ കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഉത്തരം ലഭിക്കും. റമദാനിലെ അവസാന 10ലാണ് നാം ഉള്ളത്. അങ്ങനെ റമദാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. അവസാന 10 ചൊല്ലേണ്ട ദിക്ർ നമുക്ക് 33 പ്രാവശ്യം ചൊല്ലാം. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين. اللهم اتقني من النار وادخل الجنة يا رب العالمين.
اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. اللهم ارزقني من النار وادخل الجنة يا رب العالمين. അപരിക്ഷിതാവായ അള്ളാഹുവേ, നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ കടത്തുകയും ചെയ്യണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഈ 33 ദിക്ർ അല്ലാഹ് നീ സ്വീകരിക്കണേ. അല്ലാഹ് പഠിച്ചവനെ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ കടത്തുകയും ചെയ്യണേ റബ്ബേ. ആമീൻ ആമീൻ. റഹ്മത്തിയ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും.